Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ട് റവ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരവുമായിട്ടാണ് കേട്ടോ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം കൂടി തന്നെയാണ് ഇത്. 10 മിനിറ്റിനകത്ത് എല്ലാവർക്കും ഒരുപോലെ തയ്യാറാക്കാനും പറ്റും ഈ റെസിപ്പി. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ഫ്രഷ് കോക്കനട്ടാണ് കേട്ടോ. ചെറിയ തേങ്ങ, ഒരു 6-7 ചെറിയ കുഞ്ഞുള്ളിയിൽ അതും, ഒരു പച്ചമുളകും, പിന്നെ 1/2 ടീസ്പൂണ് കുമിൻ സീഡിൽ ചെറിയ ജീരകം, നല്ല ജീരകം എന്ന് പറയുന്ന അതും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത്. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട്. വെള്ളം തിളക്കുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബ്ലെൻഡ് ചെയ്ത് വെച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയിൽ ചതച്ച് വെച്ച് അതിട്ട് കൊടുത്തിട്ടായിട്ട് അതിലേക്ക് നമുക്ക് ഈ 1 കപ്പ് റവയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളത്. അതിലേക്ക് 1/2 കപ്പിനടുത്ത് തന്നെ മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഓൾ പർപ്പസ് ഫ്ലോർ. ഇത് രണ്ടും കൂട്ടിയിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇതിനെ മാവാക്കി നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കൂലേ അതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. അത്രയേ വേണ്ടിയിട്ടുള്ളൂ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഇപ്പോഴത്തേനും നമുക്ക് ഈ മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് കൗണ്ടർ ടോപ്പിൻ്റെ മേലെ ഇട്ടിട്ടും ഒന്ന് ഞാൻ നല്ല പോലെ കുഴച്ചെടുക്കുന്നുണ്ട് ആ ചൂടോട് കൂടി തന്നെ. എന്നിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. വേണ്ടവർ അവിടെ പോയി ഒന്ന് കണ്ടു നോക്കിക്കോളൂ. നമ്മൾ 1 കപ്പ് മൈദയും 1/2 കപ്പിൻ്റെ അടുത്ത് 1/3 കപ്പിൻ്റെ അടുത്ത് മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിനെ 2 പോർഷനാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് നമുക്ക് കട്ടിക്ക് തന്നെ പരത്തിയെടുക്കണം കേട്ടോ. നല്ലോണം തിന്നായിട്ട് വേണ്ട, നല്ല കട്ടിക്ക് തന്നെ. നമ്മൾ പൊരിച്ച പത്തിരിയൊക്കെ ഉണ്ടാകുന്നില്ലേ അതുപോലെയാണ് കേട്ടോ ഞാൻ ഇതിനെ തയ്യാറാക്കുന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഒരു കുഞ്ഞ് പാത്രം അല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെ ഉണ്ടാവില്ലേ സ്റ്റീലിൻ്റെ, അത് കപ്പ് മഗ്ഗ എന്തായിക്കോട്ടെ, ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ളത്, മൂടിയാണെങ്കിലും അടപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. നമ്മളുടെ അടുത്ത് ഡോണറ്റ് കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ടും കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പരത്തലിൽ തന്നെ ഒരു 8 അപ്പം നമുക്ക് ഇവിടെ റെഡിയായി കിട്ടുന്നുണ്ട്. എന്നിട്ടായിട്ട് നമ്മൾ അവിടെ ഓയിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നുള്ളത്. വെളിച്ചെണ്ണയിൽ തേങ്ങെണ്ണ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ടും നമുക്ക് ഇതിനെ പൊരിച്ചെടുക്കാം. അപ്പോൾ ടേസ്റ്റ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് പൊരിച്ചെടുക്കുന്നുള്ളത്. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതിനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരേ ടൈമിൽ ഞാൻ ഒരു 4 എണ്ണം വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത് കേട്ടോ. അത് തനിയെ തന്നെ പൊങ്ങി വരും. നല്ല കട്ടിക്ക് തന്നെയല്ലേ നമ്മൾ ഇതിനെ പരത്തിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തനി തന്നെ അത് പൊങ്ങിയിട്ട് തന്നെ വരുന്നുണ്ട്. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ കളറായ പിന്നെ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും ഒരേ കളറ് ആയ പിന്നെ നമുക്ക് ഇതിനെ ഓയിൽ നിന്ന് കോരി മാറ്റാം. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. എളുപ്പത്തിൽ ഒരു 10 മിനിറ്റ് പോലും വേണ്ട. ചായക്ക് പലഹാരമായിട്ടോ അതുപോലെ തന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്നാക്ക് തന്നെയാണ് ഈ റവ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ പൊരിച്ച പത്തിരിയൊക്കെ ഉണ്ടാക്കൂലേ, ടയർ പത്തിരി എന്നൊക്കെ പറയുന്നത്, അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കഴിക്കാനും ഉള്ളത്. പക്ഷേ റവ കൊണ്ടുണ്ടാക്കിയതുകൊണ്ട് നല്ല കറുമുറായിട്ട് ഇരിക്കുന്നുണ്ട്. മേലെ ഭാഗം അകത്ത് നല്ല സോഫ്റ്റും ആയിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നോക്ക്. നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. വിരുന്നുകാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഈ പത്തിരിയുടേത്. മക്കളുടെ ലഞ്ച് ബോക്സിലൊക്കെ
കഴിക്കാൻ വേണ്ടി കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. എൻ്റെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഈ റെസിപ്പി. പൊരിച്ച പത്തിരിൻ്റെയും അതുപോലെ തന്നെ നെയ്പത്തിരിൻ്റെയും ഒരുപാട് തരം റെസിപ്പീസ് ഞാൻ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.